കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. നിന്ന് തിരിയാൻ ഇടമില്ലാത്തതും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നതുമായ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് വയനാട്ടിൽ. പരാതി നൽകാൻ എത്തുന്നവർക്ക് ഇരിക്കാൻ പോലും ഇടമില്ലാത്ത ഈ സ്റ്റേഷൻ വൈത്തിരിയിലാണ്. സ്റ്റേഷനടുത്ത് ആരംഭിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചുപോയ ഒരവസ്ഥയാണ്. ബ്രിട്ടീഷ് കാലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു പോലീസ് സ്റ്റേഷനും വയനാട് ജില്ലയിൽ ഇല്ല. അത് വൈത്തിരി പോലീസ് സ്റ്റേഷൻ മാത്രമാണ്. മാവോയിസ്റ്റ് ഭീഷണി പശ്ചാത്തലത്തിൽ കൂറ്റൻ ചുറ്റുമതിലുകളും മതിലുകൾക്ക് മുകളിൽ കമ്പിവേലികളുമൊക്കെ ഒരുക്കിയാണ് ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകൾ. എന്നാൽ വൈത്തിരിയിലെ സ്ഥിതി അങ്ങനെയല്ല. ഒന്നാഞ്ഞു ചവിട്ടിയാൽ വാതിൽ പൊളിഞ്ഞു വീഴും. നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് കെട്ടിടം. പരാതി നൽകാനെത്തുന്നവർക്ക് ഇരിക്കാൻ ഇടമില്ല. പ്രതികളെ പാർപ്പിക്കാൻ ലോക്കപ്പില്ല. വയോധികർക്കും അംഗപരിമിതർക്കും എത്തിപ്പെടാൻ തന്നെ ബുദ്ധിമുട്ട്. അങ്ങനെ പരാധീനതകളേറെ. 2018 പ്രളയത്തിൽ പോലീസ് സ്റ്റേഷൻ തകർന്നതോടെയാണ് ഈ കെട്ടിടത്തിലേക്ക് സംവിധാനം മാറ്റുന്നത്. പുതിയ കെട്ടിട നിർമ്മാണം 2019 തുടങ്ങിയതാണ്. വർഷം 5 നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. പഴയകാല ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ഓടിട്ട വീടിലാണ് ഇപ്പോൾ വൈത്തിരി പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പുതിയ പോലീസ് സ്റ്റേഷന് വേണ്ടിയുള്ള വർക്ക് നടന്നിട്ടുണ്ട്. ബിൽഡിംഗ് കെട്ടി പൊക്കിയിട്ടുണ്ട്. പക്ഷെ അത് 2018 തുടങ്ങിയതാണ്. ഇതുവരെ ആ ബിൽഡിങ്ങിൻ്റെ വർക്ക് പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ പോലീസുകാർ ആ ഓടിട്ട വീടിൻ്റെ ഉള്ളിലാണ്, CA വരെ അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഈ സ്റ്റേഷൻ പ്രവർത്തിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായി ഫണ്ട് ലഭിക്കാത്തതാണ് കെട്ടിട നിർമ്മാണം സ്തംഭിക്കാൻ കാരണമെന്ന് ആരോപണമുണ്ട്. കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടിയായില്ലെങ്കിൽ പോലീസുകാർക്കും പൊതുജനങ്ങൾക്കും ഈ ദുരിതം തുടരും. നടപടിയെടുക്കേണ്ടത് അധികൃതരാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.